മലപ്പുറം ജില്ലയിലെ താനൂരിലെ ആളുകൾ കഴിഞ്ഞ ദിവസം വല്ലാതെ ആശങ്കയിലായിരുന്നു. രണ്ട് പെൺകുട്ടികളാണ് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായത്. നാട്ടുകാരും പോലീസുകാരും നാടൊട്ടുക്ക് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടാതായതോടെ ആളുകൾ മൊത്തം പരിഭ്രാന്തിയിലായി. ഒടുവിൽ ഒരുപാട് നേരത്തെ അലച്ചിലുകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ കുട്ടികളെ പൂനെയിൽ നിന്നും കണ്ടെത്തിയെന്ന വിവരം അറിഞ്ഞപ്പോഴും ആ യാത്ര നൽകുന്ന ദുരൂഹതയിൽ നിന്നും പോലീസ് ഇപ്പോഴും വിമുക്തരായിട്ടില്ല. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ പുലർച്ചെ 1:45 ലോനവാലയിൽ വെച്ചാണ് പെൺകുട്ടികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ സഹായിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി സുഹൃത്തുക്കളായ അക്ബർ റഹീം എന്ന യുവാവ് ഇവർക്കൊപ്പം മുംബൈയിലേക്ക് പോയിരുന്നുവെന്ന് അറിഞ്ഞപ്പോഴേക്കും മിസ്സിംഗ് കേസിന്റെ ഗതി മാറാൻ തുടങ്ങി. എന്നാൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്നും പെൺകുട്ടി പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നും സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് അതേ തുടർന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ അക്ബറിന് വേറെ നിവർത്തിയില്ല എന്നുമാണ് വീട്ടുകാർ മൊഴി നൽകിയത്. ഇതോടുകൂടി അന്വേഷണം വീണ്ടും വഴിമുട്ടുകയായിരുന്നു. ഇവരുടെ പ്ലാൻ പ്രകാരം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ റഹീം കുട്ടികൾ നൽകിയ ടിക്കറ്റുമായി അവർക്കൊപ്പം മുംബൈയിലേക്ക് പോവുകയായിരുന്നു. മൂവരും മുംബൈയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴാണ് കേരളത്തിൽ ഒരു വലിയ വാർത്തയായി മാറിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും മനസ്സിലായതെന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇതിന് വിസമ്മതിച്ച കുട്ടികൾ തന്റെ സഹായമില്ലെങ്കിലും ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് പറഞ്ഞ് തന്റെ അടുത്ത് നിന്നും പോവുകയായിരുന്നെന്ന് റഹീം പറയുന്നു. ബുധനാഴ്ച മുതലാണ് രണ്ടു കുട്ടികളെ കാണാതായത്. ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇരുവരും സ്കൂളിലേക്ക് പോയിരുന്നെങ്കിലും ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരായിരുന്നില്ല. ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയതും ഒരു കുട്ടിയുടെ അച്ഛനായിരുന്നു. എന്നാൽ കുട്ടികൾ പരീക്ഷയ്ക്ക് എത്താത്തതിനെ തുടർന്ന് അധ്യാപകർ വീട്ടിൽ വിളിച്ച് കാര്യം തിരക്കിയതോട് കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായത്. അതോടുകൂടി മാതാപിതാക്കൾ താനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ മുംബൈ ഛത്രപതി ശിവാജി ടെർമിനസിന് സമീപമുള്ള മലയാളിയുടെ സലൂണിൽ നിന്ന് ഇവരെ കണ്ടെത്തിയതായി അറിയുന്നു. സലൂണിലെത്തിയ ഇരുവരും മുടി വെട്ടാനും ഷാമ്പു ചെയ്യാനുമായി ഏറെ സമയം അവിടെ ചെലവഴിച്ചു. ആ സമയങ്ങളെല്ലാം റഹീം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പോലീസ് മുംബൈ മലയാളികൾക്ക് വിവരം കൈമാറിയെങ്കിലും അവർ എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ കടന്നു കളയുകയായിരുന്നു. അതിനിടെ മുടി വെട്ടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. മുടിയുടെ മോഡൽ പെൺകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സലൂണിലെ ബ്യൂട്ടീഷ്യൻ എടുത്ത വീഡിയോ ആണ് ഇതെന്നാണ് സൂചന. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പെൺകുട്ടികളിൽ ഒരാൾ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. മഞ്ചേരിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് റഹീം കുട്ടികളെ പരിചയപ്പെടുന്നത്. ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും പെൺകുട്ടികൾ നൽകുന്ന മൊഴി ഇക്കാര്യത്തിൽ നിർണായകമാകും. അതേസമയം റഹീമിന്റെ മൊഴികളിൽ ഒന്നിലും പോലീസിന് അത്രയ്ക്ക് വിശ്വാസ്യത പോരാ എന്നും പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്.